ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. ബാർ കോഴ കേസിൽ CBI അന്വേഷണമാണ് ഉചിതമെന്ന് ഹൈക്കോടതി. പ്രതി നിരപരാധിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ പിന്നെ നിഷ്പക്ഷ അന്വേഷണം എങ്ങനെ നടക്കും? അന്വേഷണത്തിലിരിക്കുന്ന കേസിനെ പറ്റി പരാമർശം നടത്തിയാൽ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. ഇനി പ്രതികരിക്കാനില്ലെന്ന് മുഖ്യമന്ത്രി. നിലവിലെ അന്വേഷണം നീതിയുക്തമെന്ന് ചെന്നിത്തല. ജേക്കബ് തോമസ് അച്ചടക്ക ലംഘനം നടത്തിയെന്ന നിലപാടിൽ ഉറച്ച DGP. മാധ്യമങ്ങളെ കണ്ടത് അച്ചടക്ക ലംഘനം. നിലപാട് ചീഫ് സെക്രട്ടറിയെ അറിയിച്ചു. എറണാകുളം IG അജിത് കുമാർ പകപോക്കുന്നുവെന്ന ആരോപണവുമായി മുൻ SP സുനിൽ ജേക്കബ്. NSS നേതൃത്വവുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ. എനിക്ക് അദ്ദേഹമായിട്ട് ചർച്ച ചെയ്യുന്നതിൽ യാതൊരു വിഷമവുമില്ല. സമത്വ മുന്നേറ്റ യാത്രയുടെ സമാപനത്തിൽ പാർട്ടി പ്രഖ്യാപനം. ജനതാദൾ യുണൈറ്റഡുമായി ലയനമില്ലെന്ന ജനതാദൾ എസ്. ചോറോട് പഞ്ചായത്തിൽ UDFനെ പിന്തുണച്ചത് തെറ്റെന്ന് RMP. ഒഞ്ചിയത്ത് ലീഗ് പിന്തുണയിൽ ഭരണം തുടരും. നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് പ്രധാനമന്ത്രി ASEAN ഉച്ചകോടിയിൽ. ഇന്ത്യയിലെ സാമ്പത്തിക വളർച്ച നിക്ഷേപകർ അവസരമാക്കണം. ജാപ്പനീസ് ചൈനീസ് നേതാക്കളുമായി മോദി ചർച്ച നടത്തി. ഷിൻസോ അബെയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ദേശീയ പതാക തലതിരിച്ചു കെട്ടിയത് വിവാദത്തിൽ. പമ്പാ നദിയിൽ തീർത്ഥാടകർ വസ്ത്രം ഉപേക്ഷിക്കരുതെന്ന് ഹൈക്കോടതി വിധിക്കെതിരെ ദേവസ്വം ബോർഡ് റിവിഷൻ ഹർജി നൽകും. പോലീസ് നടപടി അനുവദിക്കില്ല. നിരോധന നീക്കം തീർത്ഥാടകരുടെ വരവിനെ ബാധിക്കുമെന്ന് ബോർഡ്. എൽ ക്ലാസിക്കോ ഇന്ന് രാത്രി. ബാഴ്സലോണ റയൽ മാഡ്രിഡ് പോരാട്ടം രാത്രി 10:45 തുടങ്ങും. ISL ചെന്നൈയിൻ FC കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ 2 ഗോളിന് മുന്നിൽ. ബാർ കോഴ കേസ് അന്വേഷണം CBIക്ക് കൈമാറുന്നതാണ് നല്ലതെന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണം. പ്രതിയായ മുൻ മന്ത്രിക്ക് മുഖ്യമന്ത്രി ക്ലീൻ ചിറ്റ് നൽകിയ സാഹചര്യത്തിൽ നീതിയുക്തമായ അന്വേഷണം എങ്ങനെ നടക്കുമെന്ന് കോടതി ചോദിച്ചു. കേരളത്തിന് പുറത്തുള്ള ഏജൻസിയുടെ അന്വേഷണമാണ് ഇക്കാര്യത്തിൽ ഉചിതം. അന്വേഷണത്തിലിരിക്കുന്ന കേസിനെപ്പറ്റി അധികാരസ്ഥാനത്തുള്ളവർ പരാമർശം നടത്തിയാൽ കോടതിയിൽ സമാധാനം പറയേണ്ടി വരുമെന്ന മുന്നറിയിപ്പും ജസ്റ്റിസ് സുധീന്ദ്രകുമാർ നൽകി. KM മാണിക്കെതിരായ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ കേരള കോൺഗ്രസ് പ്രവർത്തകൻ സണ്ണി ജോസഫ് സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതിയുടെ നിർണായക ചോദ്യങ്ങൾ. കേസിന്റെ വിശദാംശങ്ങൾ കേട്ട കോടതി എന്തുകൊണ്ട് കേസ് CBIക്ക് കൈമാറിക്കൂടാ എന്ന് അന്വേഷിച്ചു. പ്രതിസ്ഥാനത്തുള്ള മുൻ മന്ത്രി KM മാണിക്ക് മുഖ്യമന്ത്രി തന്നെ ക്ലീൻ ചിറ്റ് നൽകിയ കാര്യം ശ്രദ്ധയിൽപ്പെട്ടുവെന്ന് കോടതി വ്യക്തമാക്കി. അത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ നീതിയുക്തമായ അന്വേഷണം നടക്കുമെന്ന് കോടതി ചോദിച്ചു. ഉന്നതർക്കെതിരായ കേസുകളിൽ നിഷ്പക്ഷ അന്വേഷണം നടക്കുന്നുണ്ടോ എന്നും കോടതി അന്വേഷിച്ചു. സംസ്ഥാനത്തിനു പുറത്തുള്ള ഏജൻസിക്ക് കേസ് കൈമാറുന്നതാണ് ഉചിതം. ഇക്കാര്യത്തിൽ CBIയുടെ നിലപാടറിയാൻ താൽപ്പര്യമുണ്ടെന്നും കോടതി പറഞ്ഞു. ഈ ഘട്ടത്തിൽ അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണി CBI അന്വേഷണം ആവശ്യമില്ലെന്ന് കോടതിയെ അറിയിച്ചു. എന്നാൽ ഇതുവരെ ഉന്നയിച്ച ഒരു ചോദ്യത്തിനും AG മറുപടി പറഞ്ഞില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. CBI അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഡിവിഷൻ ബെഞ്ച് നിരാകരിച്ചതാണെന്ന് AG കോടതിയെ അറിയിച്ചു. എല്ലാ കക്ഷികളുടെയും നിലപാട് ഇക്കാര്യത്തിൽ തേടേണ്ടതുണ്ടെന്നും AG കോടതിയെ അറിയിച്ചു. ഇതോടെ KM മാണി ഉൾപ്പെടെ എല്ലാ കക്ഷികൾക്കും നോട്ടീസ് അയക്കാൻ കോടതി ഉത്തരവിട്ടു. മുഴുവൻ രേഖകളും വിജിലൻസ് കോടതിയിൽ നിന്ന് വിളിച്ചു വരുത്തി പരിശോധിക്കാനും കോടതി തീരുമാനിച്ചു. അന്വേഷണത്തിലിരിക്കുന്ന കേസിനെപ്പറ്റി അധികാരസ്ഥാനത്തുള്ളവർ പരാമർശങ്ങൾ നടത്തിയാൽ അവർ കോടതിയിൽ സമാധാനം പറയേണ്ടി വരുമെന്ന മുന്നറിയിപ്പും സിംഗിൾ ബെഞ്ച് നൽകി. KM മാണിയെ പിന്തുണച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നടത്തിയ പ്രസ്താവന മുൻനിർത്തിയായിരുന്നു ഹൈക്കോടതിയുടെ ഈ പരാമർശം. ഹർജി ഡിസംബർ 2 വീണ്ടും പരിഗണിക്കും. റിപ്പോർട്ടർ, കൊച്ചി. കോടതി പരാമർശം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറി. വിജിലൻസ് അന്വേഷണം സത്യസന്ധവും നീതിപൂർവകവുമാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രതിപക്ഷം CBI അന്വേഷണം ആവശ്യപ്പെട്ടു. പ്രതിപക്ഷം ആവർത്തിച്ചു പറഞ്ഞ കാര്യങ്ങളാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയതെന്ന് പിണറായി വിജയൻ പ്രതികരിച്ചു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഹീനമുഖമാണ് ഹൈക്കോടതിയിൽ തകർന്നത്. കേസ് അട്ടിമറിക്കാൻ സർക്കാർ സംവിധാനം പരക്കെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന അവസ്ഥ കോടതി തന്നെ തുറന്നു കാട്ടുകയാണെന്നും പിണറായി കൂട്ടിച്ചേർത്തു. പ്രതികരണം പാടില്ലെന്ന കോടതി നിർദ്ദേശം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി. ഉച്ച കഴിഞ്ഞ് അവർ പറഞ്ഞു ഇതിനെക്കുറിച്ച് ആരും ഒന്നും പറയരുത് എന്ന് പറഞ്ഞ് കേസ് അവധിക്ക് വെച്ചിരിക്കുക. ബാർ കോഴ കേസിലെ വിജിലൻസ് അന്വേഷണത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ന്യായീകരിച്ചു. അന്വേഷണം സത്യസന്ധവും കാര്യക്ഷമവുമാണെന്ന് ചെന്നിത്തല പറഞ്ഞു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി KM മാണിയെ ന്യായീകരിച്ചതെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ മൊഴി കൊടുത്തിട്ട് പുറത്തു വന്ന ഇതുപോലെ ചാനലിൽ പറയുമ്പോൾ ആ കാര്യങ്ങൾ കേട്ടു പറഞ്ഞതാണ്. വിജിലൻസിന്റെ അന്വേഷണം എപ്പോഴും നീതിപൂർവ്വം നിഷ്പക്ഷവുമായി മാത്രമേ നടക്കാറുള്ളൂ. CBI മികച്ച ഏജൻസിയാണെന്ന് അഭിപ്രായമില്ലെന്ന് K മുരളീധരൻ പറഞ്ഞു. കോടതിയിൽ സ്വീകരിക്കേണ്ട നിലപാട് സർക്കാർ ആലോചിച്ച് തീരുമാനിക്കണമെന്നും മുരളി നിർദ്ദേശിച്ചു. അതെ, CBI ഇപ്പോൾ അത്ര വലിയ മികച്ച ഒരു കുറ്റാന്വേഷണ ഏജൻസിയാണെന്നുള്ള അഭിപ്രായമൊന്നും ഇപ്പോൾ ആർക്കുമില്ല. അവിടെയും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഏതാണോ ഉചിതമായിട്ടുള്ള തീരുമാനം അത് ഗവൺമെൻറ് ആലോചിച്ചെടുക്കേണ്ട കാര്യമാണ്. ഒരന്വേഷണത്തെയും ഭയപ്പെടുന്നില്ലെന്നായിരുന്നു മന്ത്രി K ബാബുവിന്റെ പ്രതികരണം. അത് ഞാൻ ഒരന്വേഷണത്തെയും ഞാൻ ഭയപ്പെടുന്നില്ല.
ബാർ കോഴ കേസിൽ CBI അന്വേഷണം വേണമെന്ന കോടതി നിർദ്ദേശത്തെ CPI സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രനും BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരനും PC ജോർജും സ്വാഗതം ചെയ്തു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. വിഷയത്തിൽ അഡ്വക്കേറ്റ് T സിദ്ദിഖ്, കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ശ്രീ PM മനോജ്, ദേശാഭിമാനി അസോസിയേറ്റ് എഡിറ്റർ ശ്രീ C ദിവാകരൻ, CPI നിയമസഭാ കക്ഷി നേതാവ് എന്നിവർ തത്സമയം, മറ്റുള്ളവർ ടെലിഫോൺ ലൈനിലും. ആദ്യം ശ്രീ T സിദ്ദിഖ്, മുഖ്യമന്ത്രി തന്നെ കുറ്റാരോപിതന് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു സംസ്ഥാന ഏജൻസിയുടെ അന്വേഷണം എങ്ങനെ ശരിയായി നടക്കും? സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരു ഏജൻസി അന്വേഷിക്കുന്നതാകില്ലേ ഉചിതം? ഇതാണ് ഹൈക്കോടതിയുടെ ചോദ്യം. യഥാർത്ഥത്തിൽ വിജിലൻസ് അന്വേഷണത്തിൽ സർക്കാർ ഇടപെടൽ നടന്നു എന്ന് പറയാതെ പറയുകയല്ലേ ഹൈക്കോടതി? അങ്ങനെയല്ല. ഇതിൽ ഒരു കാര്യം ആമുഖമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഉത്തരവാദപ്പെട്ടതായിരിക്കുന്ന ഒരാളും തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കമൻറ്റുകളിലേക്ക് പോകരുത് എന്നുള്ളതായ നിർബന്ധം കോടതി പറഞ്ഞു. അത് രേഖപ്പെടുത്തി കോടതി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കേസിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒരാളും തന്നെ പോകുന്നത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടായി മാറും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സവിശേഷമായിട്ടുള്ള സാഹചര്യം. നിങ്ങൾ ചാനൽ പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറി എന്നുള്ളതാണ്. ഒഴിഞ്ഞുമാറിയതല്ല, അത് കോടതി അത് രേഖപ്പെടുത്തുക കൂടെ ഈ കേസിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ പരാമർശം നടത്തുമ്പോൾ വളരെ ആലോചിച്ചും അതിൻ്റെ കേസിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാതെയും വേണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറുപടികൾ ഓരോ ആളുകളും പറയാൻ. ഞാൻ ശ്രീ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ കേസിൽ ശ്രീ KM മാണി ആണെങ്കിലും ശ്രീ K ബാബു ആണെങ്കിലും നിരപരാധികൾ എന്ന് പറയാനുള്ള കാരണം കേസിന്റെ വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞതുകൊണ്ടല്ല. ഇതിൽ മാധ്യമങ്ങൾ ഡിബേറ്റുകൾ നടത്തിയിട്ടുണ്ട്, നിങ്ങൾ ഡിബേറ്റുകൾ നടത്തിയിട്ടുണ്ട്, എല്ലാവരും ഡിബേറ്റുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഇവർ കൊടുത്തതായിരിക്കുന്ന മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ, അതിലെ ഡേറ്റിന്റെ വ്യത്യാസങ്ങൾ, എല്ലാ കാര്യങ്ങളും പൊതുസമൂഹത്തിന് മുമ്പിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ്. ഇതുമായി കോൺഗ്രസിന്റെയോ കേരള കോൺഗ്രസിന്റെയോ വക്താക്കൾക്ക് അത് ചൂണ്ടിക്കാട്ടി സംസാരിക്കാം. വിജിലൻസ്, സംസ്ഥാനത്ത് സർക്കാരിന് കീഴിലുള്ള വിജിലൻസ് ഒരു കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കെ സംസ്ഥാന മുഖ്യമന്ത്രി ഭരണത്തലവൻ KM മാണി പൂർണ്ണമായും നിരപരാധിയാണ് എന്ന് ആവർത്തിച്ചു. ഓരോ ഘട്ടത്തിലും ആരോപണം ഉയർന്നതിൻ്റെ പിറ്റേന്ന് മുതൽ ഇങ്ങോട്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ രാജി സംഭവിച്ച ദിവസം വരെ ഓരോ ഘട്ടത്തിലും KM മാണി പൂർണ്ണമായ അർത്ഥത്തിൽ നിരപരാധിയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് എന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമാണ് കോടതി ചോദിക്കുക, പിന്നെ എന്തിനാണ് അദ്ദേഹത്തിന്റെ സർക്കാരിന് കീഴിലുള്ള വിജിലൻസ് അന്വേഷണം നടത്തേണ്ടത് എന്ന്. നോക്കൂ, ഇതൊരു കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി പറയുന്നത് പോലെ, അല്ലെങ്കിൽ KPCC പ്രസിഡന്റോ കേരള കോൺഗ്രസിന്റെ നേതാവോ പറയുന്നത് പോലെ അല്ല സംസ്ഥാന മുഖ്യമന്ത്രി പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ആളുകൾ, ഇവിടെ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ, ആ ആരോപണങ്ങളുടെ വിശ്വാസ്യത, അതിൽ അവർ പറഞ്ഞിട്ടുള്ളതായ കാര്യങ്ങൾ, അവർ പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന സമയം, ദിവസം, അതിൻ്റെ മാസം, അവർ ഓരോരുത്തരും പറഞ്ഞിട്ടുള്ള കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത് തന്നെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ക്ലിയർ കട്ട് പ്രൂഫാണ്. ഇതൊരു റോങ് അലിഗേഷനാണ്, പൊളിറ്റിക്കലി മാനിപ്പുലേറ്റഡ് ആണ്. അത് കേരളത്തിലെ പൊതുസമൂഹത്തോട് മുഖ്യമന്ത്രി പറഞ്ഞു എന്നുള്ളതിന് എന്താ തെറ്റ്? മുഖ്യമന്ത്രിയെയും അതുപോലെ മന്ത്രിസഭാംഗങ്ങളെയും പൊളിറ്റിക്കലി തകർക്കുന്നതിന് വേണ്ടി നടത്തിയ കോൺസ്പിറസി സംബന്ധിച്ച് അതിന്റെ തെളിവുകളടക്കം പൊതുസമൂഹത്തിന് മുമ്പിൽ ശ്രീ ബിജു രമേശിന്റെ CD അടക്കം പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗം അടക്കം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യം മുഖ്യമന്ത്രിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞു. വിജിലൻസ് കോടതിയിൽ കൊടുത്തിട്ട് ജഡ്ജിയെ ബോധിപ്പിക്കാൻ സാധിച്ചില്ല. അതിന് റിട്ട് ഹൈക്കോടതിയിൽ കൊടുത്തിട്ട് സിംഗിൾ ബെഞ്ചിനെ ബോധിപ്പിക്കാൻ സാധിച്ചില്ല. ഇത് പൊതുചർച്ചയിൽ പറഞ്ഞാൽ പോലെ ശ്രീ T സിദ്ദിഖ്, ഇതാണ് സത്യം എങ്കിൽ തീർച്ചയായും നീതിപീഠങ്ങളെ ബോധിപ്പിക്കുവാൻ കഴിയുമായിരുന്നു. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ C ദിവാകരൻ, മുഖ്യമന്ത്രി ഈ കേസിൽ നടത്തിയ പരാമർശങ്ങളോട് കോടതി ശക്തമായി വിയോജിക്കുകയും CBI അന്വേഷണം അല്ലേ ഉചിതം എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുന്നു. CBI അന്വേഷണം എന്ന ആവശ്യം നിങ്ങളും ആദ്യഘട്ടത്തിൽ ഉയർത്തിയതാണ്. ഈ മുഖ്യമന്ത്രിയും സർക്കാരും ഉള്ളിടത്തോളം വിജിലൻസ് മന്ത്രിമാർക്കെതിരെ നടത്തുന്ന അന്വേഷണം ഫലപ്രദമാകില്ല എന്ന ബോധ്യം CPIയും LDFും ആവർത്തിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇതുവരെയുള്ള അനുഭവങ്ങൾ അഭിലാഷ് അതാണ്. കാരണം ഇത് ബാർക്കോഴ കേസ് ആദ്യമായിട്ട് ഉന്നയിച്ചത്
നിയമസഭയുടെ അകത്താണ്. നിയമസഭയിൽ അതിനാവശ്യമായ എല്ലാ രേഖകളും ഞങ്ങൾ കാണിച്ചു, ഞങ്ങൾ അവിടെ അവതരിപ്പിച്ചു, മേശപ്പുറത്ത് വെച്ചു. അതിശക്തമായ വാദപ്രതിവാദങ്ങൾ നടന്നപ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അത് നിഷേധിക്കുക മാത്രമല്ല, ഈ വസ്തുതകൾ നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച് അധിക്ഷേപിക്കുക കൂടി ചെയ്തു. അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളെല്ലാം നിയമസഭയിൽ നടന്നതല്ല. ഞങ്ങൾക്ക് ബോധ്യമുണ്ട്, ഈ ബാർ കോഴയിൽ ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട. KM മാണി ഇതിനകത്ത് പങ്കാളിയാണ്. അദ്ദേഹത്തിൻ്റെ സഹമന്ത്രിമാരിനെ ആരെല്ലാം ഉണ്ടെന്ന് അറിയാൻ നിവർത്തിയില്ല. ഇപ്പോൾ സിദ്ദിഖിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം സിദ്ദിഖെങ്കിലും വന്നല്ലോ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ. അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്നതേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താ? കോടതിക്ക് വിവരമില്ല എന്നാണ്. ഈ സാക്ഷികളെല്ലാം ഹാജരാക്കിയ രേഖകളൊന്നും രേഖകളല്ല, മൊഴികളൊന്നും മൊഴികളല്ല. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് വിവരമില്ല എന്നാണ്. മുഖ്യമന്ത്രി വഴിയെ കേട്ട കാര്യങ്ങൾ എടുത്തിട്ട് പറഞ്ഞതെന്നാണ്. അങ്ങനെയാണോ കേരളത്തിലെ ഒരു ടോപ്പ് ചീഫ് എക്സിക്യൂട്ടീവായ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇത്ര നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയുന്നതാണോ? അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. എല്ലാവരും പറയുന്ന പോലെ ഈ KM മാണിയെ വാഴ്ത്തപ്പെട്ടവരാക്കി പ്രഖ്യാപിച്ചത് ഉമ്മൻചാണ്ടിയാണ്. അതിന് ഒരു വിജിലൻസിൻ്റെ കൃത്രിമമായ റിപ്പോർട്ടുണ്ടാക്കി എക്സോണറേറ്റ് ചെയ്തു. അത് ഹൈക്കോടതിയിൽ വന്നപ്പോൾ അത് തള്ളി. പുതിയ തുടർ അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ ഉത്തരവിട്ടു. ഏതായാലും സിദ്ദിഖും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടി വിചാരിച്ചിട്ടും മാണി ഇപ്പോൾ എവിടെയാണെന്നുള്ളത് പരമദയനീയമാണ്. ഇത് തന്നെയാണ് ഇനി തുടർന്ന് ഉദയഭാനു, ഇന്നിപ്പോ ഹൈക്കോടതി യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ള നേതാക്കൾ നടത്തിയ പരാമർശങ്ങൾ ഈ കേസിലേക്കുള്ള ഇടപെടലായി കണ്ട് അതിലൊരു സംശയം രേഖപ്പെടുത്തിയിരിക്കുകയല്ലേ? ശ്രീ അഭിലാഷ്, ഈ കാര്യത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, കുറ്റവാളികളായിട്ടുള്ള സഹപ്രവർത്തകർ ഉള്ളപ്പോ അവരെ സംരക്ഷിക്കുന്ന ഒരു സമീപനം പരസ്യമായി എടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കോടതി താക്കീത് ചെയ്തിരിക്കുന്നു എന്നതൊക്കെ വേണം നാം ഇതിനെ കാണാൻ. ഇത് തീർച്ചയായിട്ടും ഒരു ഭരണാധികാരിക്ക് യോജിക്കാത്ത ഒരു പ്രവർത്തനം എന്ന നിലയ്ക്ക് കോടതി ജുഡീഷ്യലായിട്ട് ഇക്കാര്യത്തെ വിലയിരുത്തുന്നു എന്നതിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു നിരീക്ഷണം ഉണ്ടായത്. തീർച്ചയായിട്ടും ഈ നിയമമന്ത്രി രാജിവെക്കുന്ന ദിവസം ആ രാജി സമർപ്പിച്ച ശേഷം നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി നടത്തിയ ആദ്യ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പ്രതികരിച്ചത്, ഇങ്ങനെയൊക്കെ രാജിവെച്ചുവെങ്കിലും കോടതിയിൽ നിന്ന് ഇങ്ങനെ ഉത്തരവ് വന്നെങ്കിലും ഇതൊന്നും ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന്. ഒരു ഭരണാധികാരി എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് വേണ്ടി അപ്രകാരം പറയാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. എന്നാൽ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന നിലയിൽ ആ ചുമതല കൈയാളുമ്പോൾ തീർച്ചയായിട്ടും പറയാൻ പാടില്ലാത്ത വാചകങ്ങളാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത് എന്നതുകൊണ്ട് തന്നെ അത് വളരെ ഗൗരവമേറിയ രീതിയിൽ കാണേണ്ടതാണ്. അതിനെ കാണേണ്ട, നിയന്ത്രിക്കേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അദ്ദേഹത്തെ നിയന്ത്രിക്കാത്തതുകൊണ്ട് ജുഡീഷ്യറിക്ക് ഇടപെടേണ്ട രീതിയിലേക്ക് ഒരു അവസ്ഥാവിശേഷം എത്തിച്ചേർന്നു. അവിടെയാണ് നാം ഗൗരവമായി കാണേണ്ട ഇന്നത്തെ കോടതിയുടെ നിരീക്ഷണവുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കാണിക്കേണ്ട ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു മാന്യത, രാഷ്ട്രീയമായിട്ടുള്ള സംയമനം അവർ ഈ കാര്യത്തിൽ കാണിക്കുന്നു. നിയമപരമായി ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ അവർ കാണിക്കേണ്ട ചില ഉത്തരവാദിത്വങ്ങൾ, അവരുടെ ചുമതലയുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു മാന്യത ഇത് കാണിക്കുന്നില്ല. ആ കാര്യത്തെ സംബന്ധിച്ച് കോടതി ഇന്ന് നടത്തിയ അതിശക്തവും രൂക്ഷവുമായിട്ടുള്ള ഒരു വിമർശനാത്മകമായിട്ടുള്ള നിരീക്ഷണമാണ് അതിലുണ്ടായിട്ടുള്ളത്. തുടരുക അഡ്വക്കേറ്റ് ഉദയഭാനു. ശ്രീ ബിനോയ് എലഗൻസ് ബാറുടെ മറ്റൊരു ഫോൺ ലൈനിൽ. ശ്രീ ബിനോയ്, ഇന്നിപ്പോൾ സംസ്ഥാനത്തെ ഏജൻസി അന്വേഷിച്ചാൽ ശരിയാകുമോ? പുറത്തു നിന്നുള്ള ഏജൻസി, അതായത് CBI അന്വേഷിക്കുകയല്ലേ ഉചിതം എന്ന് ഹൈക്കോടതി ആരായുകയുണ്ടായി. അങ്ങനെ ബാർ കേസിൽ ഒരു CBI അന്വേഷണം വന്നാൽ കൂടുതൽ തെളിവുകളും കൂടുതൽ വിവരങ്ങളും പുറത്തു വരില്ലേ? നിങ്ങളുടെ അസോസിയേഷൻ്റെ നേതാക്കളെ ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റിയതുപോലെ CBI അന്വേഷിച്ചാൽ പറ്റുമോ? ഒരു നിമിഷം ശ്രീ ബിനോയ്. CBI പോലുള്ള ഒരു ഏജൻസി ഇത് അന്വേഷിക്കുന്നതിന് നമുക്ക് യാതൊരു വിരോധവുമില്ല. അങ്ങനെ ചെയ്യുന്നത് അതിന് ഉത്തമമായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം. ഇതിൽ ശ്രീ ബിനോയ്, വിജിലൻസിന്റെ അന്വേഷണ ഘട്ടത്തിൽ ഈ ബാർ ഉടമകൾ, അതായത് നിങ്ങളുടെ
KBHAയുടെ ഭാരവാഹികൾ സ്വീകരിച്ച നിലപാടുകളുണ്ട്, മലക്കം മറിച്ചിലുകളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് യോഗം ചേർന്ന് അത് പറയാൻ തീരുമാനിക്കും എന്ന് പ്രഖ്യാപിക്കും, പിന്നീട് അതിൽ നിന്ന് പിന്നോട്ട് പോകും. നുണപരിശോധനയ്ക്ക് ഹാജരാകാൻ വിജിലൻസ് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു, അതിന് തയ്യാറാകുന്നില്ല. ഇങ്ങനെ ഒട്ടേറെ ഒളിച്ചുകളികൾ നടന്നു. CBI അന്വേഷിച്ചാൽ അതൊക്കെ നടക്കുമോ? തീർച്ചയായിട്ടും ഇല്ല. ഇതിന്റെ എല്ലാ സത്യാവസ്ഥയും എല്ലാ കാര്യങ്ങളുടെയും പൊരുള് CBI അന്വേഷിച്ചാൽ അത് പുറത്തു വരും. അതിനകത്ത് വേറൊരു തർക്കവും ഇതിൽ ഇപ്പൊ ഈ കാണിക്കുന്ന പോലെയുള്ള ഈ പറഞ്ഞ പോലെ ഒളിച്ചുകളിയും കാര്യങ്ങളും ഒന്നും നടക്കില്ല. അതിൽ ശ്രീ ബിനോയ്, CBI അന്വേഷിക്കുകയാണെങ്കിൽ കാര്യങ്ങളിലേക്കൊക്കെ ഒന്നുകൂടി അവർ കടക്കും. അപ്പോൾ താങ്കൾ അടക്കമുള്ള ആളുകൾക്ക് ഒരിക്കൽ കൂടി മൊഴി നൽകേണ്ടി വരും. KBHAയുടെ ഭാരവാഹികളെ ചോദ്യം ചെയ്യും, മൊഴിയെടുപ്പുണ്ടാകും, വിശദമായ അന്വേഷണം ഉണ്ടാകും. ആ വേളയിൽ ബാർക്കോഴ കൂടുതൽ അനാവൃതമാകും, സത്യങ്ങൾ മുഴുവൻ വെളിയിലേക്ക് വരുമെന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? അത് തീർച്ചയായിട്ടും അങ്ങനെ പ്രതീക്ഷിക്കാം. കാരണം ഇങ്ങനത്തെ വികലമായ കപടമായ ഒരു പോളിസി ഉണ്ടാക്കിയിട്ട് ഗവൺമെന്റിന് ഇങ്ങനെയെങ്കിലും ശക്തമായ ഒരു നടപടി ജുഡീഷ്യറി ഭാഗത്തു നിന്നെങ്കിലും ഉണ്ടാകണമല്ലോ. കസേര ഉറപ്പിക്കാനും അല്ലെങ്കിൽ ജനനന്മയ്ക്കെന്നും വേണ്ടിയിട്ട് മനുഷ്യരുടെ കണ്ണി പൊടിയിടാൻ വേണ്ടി മാത്രമായി ഉണ്ടാക്കിയ വികലമായ ഒരു നയവാ. ഇതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ജുഡീഷ്യറിയെങ്കിലും ചെയ്യട്ടെ. ആ ഒരു സന്തോഷത്തിലാണ് നമ്മളുള്ളത്. സന്തോഷത്തിലാണ് തീർച്ചയായിട്ടും. അതെ. അപ്പോൾ ഇനി ഉള്ള തുടരന്വേഷണത്തിൽ, അതായത് ഇനിയിപ്പോൾ CBI വരികയാണെങ്കിൽ കാര്യങ്ങളെല്ലാം പറയും. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും വ്യക്തമായി പുറത്തു വരുമല്ലോ. ആർക്കും നേരത്തെ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ആർക്കും ഒളിച്ചു കളിക്കാൻ പറ്റില്ലല്ലോ. കൃത്യമായ കാര്യങ്ങൾ കൃത്യമായി പറയണ്ടേ. അത് മറ്റൊരു ഏജൻസി അല്ലേ. തുടരുക ശ്രീ എലഗൻസ് ബിനോയ്. ദയവായി ടെലിഫോണിൽ ശ്രീ PM മനോജ്, ഈ കേസിൻ്റെ അന്വേഷണ ഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ ഫാക്ച്വൽ റിപ്പോർട്ടിൽ KM മാണിക്കെതിരെ കുറ്റപത്രം നൽകാമെന്ന നിഗമനത്തിലാണ് എത്തിച്ചേർന്നിരുന്നത് എങ്കിലും അന്തിമ റിപ്പോർട്ടാകുമ്പോൾ അത് തെളിവില്ല എന്നുള്ളതായി. അതെങ്ങനെ എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അന്വേഷണ ഘട്ടത്തിലാണ് ഈ ബാറുടമകൾ പല കുറി മലക്കം മറിയുന്നതും അവർ പലതവണ ഒളിച്ചു കളിക്കുന്നതും ഒക്കെ കണ്ടത്. ഇപ്പോൾ ഹൈക്കോടതി ആരാഞ്ഞിരിക്കുന്നത് പോലെ ഒരു CBI അന്വേഷണം വരികയാണ് എങ്കിൽ അതായിരിക്കും ബാർക്കോഴ കേസ് തെളിയാൻ ഏറ്റവും ഉത്തമം എന്ന് തോന്നുന്നുണ്ടോ? അത് തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം ഇവിടെ പറഞ്ഞതാണ്, അധികാര സ്ഥാനത്തിരിക്കുന്നവരാണ് ആരോപണ വിധേയർ. അവർ അധികാരത്തിൽ തുടരുമ്പോൾ വിജിലൻസിനെ കൊണ്ട് നടത്തിക്കുന്ന ഒരു അന്വേഷണം ഒരു തരത്തിലും നീതിപൂർവകമാകില്ല. അത് ജുഡീഷ്യറിയുടെ, കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം വേണ്ടത് എന്ന് തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടതാണ്. ഇവിടെ ശ്രീ സിദ്ദിഖ് ആദ്യ വർത്തമാനം പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തു. അതായത് ആരും ഈ കേസിനെ കുറിച്ച് പറയാൻ പാടില്ല എന്നല്ല കോടതി പറഞ്ഞത്, ഉത്തരവാദപ്പെട്ടവർ പറയാൻ പാടില്ല എന്നാണ്. ഉത്തരവാദപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ഞാനും സിദ്ദിഖും അല്ല, ഭരണാധികാരത്തിൽ ഇരിക്കുന്നവരാണ്. ആ ഇരിക്കുന്ന പ്രധാന ആള് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. ആ ഉമ്മൻചാണ്ടി ഈ കേസ് കോടതിയിലിരിക്കുമ്പോൾ, അന്വേഷണ ഘട്ടത്തിലിരിക്കുമ്പോൾ മാണി നിരപരാധിയാണ്, അഴിമതി നടന്നിട്ടില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞു കൊണ്ടിരുന്നതിനെയാണ് കോടതി വിമർശിച്ചത്. ഉമ്മൻചാണ്ടി പറഞ്ഞതിനെയാണ് കോടതി വിമർശിച്ചത്. ഉമ്മൻചാണ്ടി ഇനി പറയാൻ പാടില്ല എന്നാ പറഞ്ഞത്, ബാബു പറയാൻ പാടില്ല എന്നാ പറഞ്ഞത്. അല്ലാതെ ഞാനും സിദ്ദിഖും ലേമനാണ്, നമ്മൾ ഈ നാട്ടിലൂടെ നടന്നു പോകുന്നവരാണ്, നമുക്കൊരു ഉത്തരവാദിത്വമില്ല. അതുകൊണ്ട് സിദ്ദിഖ് തെറ്റിദ്ധരിക്കേണ്ട, സിദ്ദിഖിനോട് പറയരുത് എന്നല്ല പറഞ്ഞത്, മുഖ്യമന്ത്രി പറയരുത്. മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞത് നിയമവിരുദ്ധമായ നടപടിയാണ്, ഇനി അത് ആവർത്തിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അത് തന്നെയാണ് പ്രതിപക്ഷവും പറഞ്ഞത്. ഈ കേസ് അട്ടിമറിക്കപ്പെടുന്നു. കേസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ സുകേശൻ എഴുതിക്കൊണ്ടു കൊടുത്ത റിപ്പോർട്ട്, ആ റിപ്പോർട്ട് അട്ടിമറിച്ച് വിൻസെന്റ് പോള് മറ്റൊരു റിപ്പോർട്ട് കൊടുക്കുന്നു, ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇത്തരം അനുഭവം ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രതിപക്ഷം പറഞ്ഞതിൻ്റെ ആവർത്തനമാണ്, സ്ഥിരീകരണമാണ് കോടതിയിൽ നിന്നുണ്ടായത്. അടി ഏറ്റത് ഉമ്മൻചാണ്ടിക്കാണ്, സിദ്ദിഖിന്റെ നേതാവിനാണ്. റൈറ്റ്. ശ്രീ T. സിദ്ദിഖ്, ഒന്ന്, കോടതി മുഖ്യമന്ത്രിയെ സെൻഷർ ചെയ്തിരിക്കുന്നു, മുഖ്യമന്ത്രി നാവടക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. അതുതന്നെ വലിയ ആഘാതമാണ് എന്ന് മാത്രമല്ല, ആവർത്തിച്ച് ജുഡീഷ്യറി നേരത്തെ ശ്രീ ബിനോയ് ചൂണ്ടിക്കാണിച്ചതുപോലെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഒന്ന്, എനിക്ക് തോന്നുന്നു അഭിലാഷിന് വലിയ ആവേശത്തിലാണ്. മുഖ്യമന്ത്രിയെ കോടതി സെൻഷർ ചെയ്തു, മുഖ്യമന്ത്രിയുടെ നാവടക്കാൻ പറഞ്ഞു, എലഗൻ ബിനോയ് മറ്റു രീതിയിൽ പറഞ്ഞു. വലിയ ആവേശത്തിലാണ് അഭിലാഷ് ചർച്ചയിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു കാര്യം ഞാൻ പറയാം. ഒന്ന്, ഉത്തരവാദപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അതിൽ മുഖ്യമന്ത്രിയോ ക്യാബിനറ്റോ അതല്ലെങ്കിൽ മന്ത്രിമാരോ പാർട്ടി നേതാക്കൾ എന്നുള്ളതായിരിക്കുന്ന ഒരു വർഗീകരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്തിട്ടില്ല.
PM മനോജ് നന്നായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്ന ആളാണ്, നല്ല ഡിബേറ്റ് ചെയ്യുന്ന ആളാണ്. എനിക്കതിൽ തർക്കമില്ല. ഞാൻ അദ്ദേഹത്തെ അദ്ദേഹം പറഞ്ഞതിനെ മറ്റു രീതിയിൽ കാണാൻ ആഗ്രഹിക്കുകയല്ല. പക്ഷേ അതിൽ ഉത്തരവാദപ്പെട്ടവർ എന്ന് പറഞ്ഞതിൽ ഈ കേസിന്റെ മെറിറ്റിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കും നടന്ന് ഡിബേറ്റ് ചെയ്യപ്പെടുന്ന എല്ലാ ആളുകളും ഉൾപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ നിയമപരമായിട്ടുള്ള പ്രധാനപ്പെട്ട സാങ്കത്യം. ഞാനതിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, മുഖ്യമന്ത്രിയെ സെൻഷർ ചെയ്തിട്ടില്ല, മുഖ്യമന്ത്രി നാവ് അടക്കണം എന്ന് പറഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള പരാമർശം ഇന്ന് നടത്തിയിട്ടുമില്ല. മുഖ്യമന്ത്രി എന്താ പറഞ്ഞിട്ടുള്ളത്? മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? മാണി സാർ നിരപരാധിയാണ്, കെ ബാബു നിരപരാധിയാണ് എന്ന് പറയാനുള്ള കാരണം എന്താ? എന്ന് പറയാനുള്ള കാരണം ഞാൻ ഓരോന്ന് പറയാം. അഭിലാഷ് എല്ലാ ആളുകളിലേക്കും പോയല്ലോ, ഒരു ആളുകളിലേക്ക് പോയല്ലോ. ഒന്ന്, എൻ്റെ കയ്യിൽ ഓണറബിൾ ഹൈക്കോടതിന്റെ മുമ്പിൽ റസീഫ് മുഹമ്മദ് എന്ന് പറയുന്ന ബിജു രമേശിന്റെ 1416/2015 അദ്ദേഹത്തിന്റെ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ ഹർജിയുടെ കോപ്പിയുണ്ട്. ആ ഹർജിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഡ്യൂറിംഗ് May 2013 the petitioner witnessed Mr. K. Babu asked Mr. Biju Ramesh to give the bag containing the money of ₹50 lakhs to the private secretary എന്നാണ്. മെയ് മാസത്തിൽ 2013 മെയ് മാസത്തിൽ പെറ്റീഷണർ കെ ബാബു ബിജു രമേശിനോട് ആവശ്യപ്പെട്ടു. എന്താണ്? അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് 50 ലക്ഷത്തിന്റെ ബാഗ് കൊടുക്കണം. ഇത് റസീഫ് മുഹമ്മദ് കോടതിയിൽ പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന രേഖയാണ്, കൊടുത്തിട്ടുള്ള രേഖയാണ്. ഇത് ബിജു രമേശ് കോടതിയിൽ പറഞ്ഞിട്ടുള്ള രേഖയിൽ പറയുന്നത് വിജിലൻസിന് കൊടുത്തുള്ള അദ്ദേഹം ഒപ്പിട്ടതായിരിക്കുന്ന മൊഴിയുടെ രേഖ എൻ്റെ കയ്യിലുണ്ട്. അതിൽ പറഞ്ഞത് ഏപ്രിൽ ആദ്യത്തെ ആഴ്ചയിലാണ് ഞാൻ പണം കൊടുത്തിട്ടുള്ളത്. ഈ കേസിലെ സാക്ഷിയാണ് ഈ റസീഫ് മുഹമ്മദ്. ഈ കേസിലെ സാക്ഷി റസീഫ് മുഹമ്മദ് പറയുന്നു മെയ് മാസത്തിലാണ്. ബിജു രമേശ് പറഞ്ഞിട്ടുള്ള കാര്യം എന്താ? ബിജു രമേശ് പറഞ്ഞിട്ടുള്ളത്, ഞാനും റസീഫും രാധാകൃഷ്ണനും കൂടെ ഈ പണം പോയി സുരേഷ് പൈയുടെ റൂമിൽ ഏൽപ്പിച്ചു. രാധാകൃഷ്ണൻ പറഞ്ഞതോ എന്നോട് ബിജു രമേശ് പറഞ്ഞിട്ടുള്ളത്. ഹലോ, പറഞ്ഞോളൂ. ഹലോ, ഇടയ്ക്ക് ആരോ ഒന്ന് കയറി സംസാരിച്ചു. അതല്ല ശ്രീ ടി സിദ്ദിഖ്, രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മുന്നിലുള്ള വിഷയം കെ ബാബുവിന്റെ കേസിൽ കെ ബാബുവിന് പണം കൊടുത്തു എന്ന ആരോപണം ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ലോ, മറിച്ച് സാക്ഷി മൊഴികൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ക്വിക്ക് വെരിഫിക്കേഷനിൽ അത് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്ത് അന്വേഷിക്കേണ്ട, അങ്ങനെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒന്നാണ് എന്ന് എന്തുകൊണ്ട് വിജിലൻസിന് തോന്നിയില്ല എന്നുള്ളതായിരുന്നു ആക്ഷേപം. അവിടെയാണ് രണ്ട് നീതിയുടെ പ്രശ്നം വന്നത്. പിന്നെ താങ്കൾ ഈ പറയുന്ന സാക്ഷി മൊഴികളിലെ വൈരുദ്ധ്യം കേസ് വിചാരണ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ചൂണ്ടിക്കാണിക്കാം. കെ ബാബുവിനെ ഇപ്പോഴേ ആരും കുറ്റവാളിയായി പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. അതിനു മുൻപ് അന്വേഷണ ഘട്ടത്തിൽ തന്നെ ഇത് നശിപ്പിക്കപ്പെടുന്നത് കൊണ്ട്, അന്വേഷണ ഘട്ടത്തിൽ തന്നെ ഇത് അട്ടിമറിക്കപ്പെടുന്നത് കൊണ്ടാണ് സംശയം ഉയരുന്നത്, ആക്ഷേപം ഉയരുന്നത്. അതിനുള്ള മറുപടിയാണ് താങ്കളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അഭിലാഷ്, ഒന്ന്, പണം കൊടുത്തവന് ഡേറ്റ് അറിയില്ല, പണം കൊടുത്തു എന്ന് പറയുന്നവന് മാസം അറിയില്ല, പണം കൊടുത്തവന്റെ കൂടെ പോയ ആളുകൾ പറയുന്ന സാഹചര്യങ്ങൾ വ്യത്യാസം. ബിജു രമേശ് പറഞ്ഞത് എന്നെ പറയാൻ അനുവദിക്കണം. ബിജു രമേശ് പറഞ്ഞത് ഞാനും രാധാകൃഷ്ണനും റസീഫ് മുഹമ്മദും കൂടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ റൂമിൽ പോയി പണം അടങ്ങുന്ന ബാഗ് ഏൽപ്പിച്ചു. ഈ രാധാകൃഷ്ണൻ പറയുന്നത് എന്നോട് ബിജു രമേശ് പറഞ്ഞു ഈ ബാഗ് ഒരാളെ ചൂണ്ടിക്കാണിച്ച് അയാളുടെ കയ്യിൽ കൊടുക്കാൻ, ഞാൻ അയാളുടെ കയ്യിൽ ബാഗ് കൊടുത്തു. റസീഫ് മുഹമ്മദ് പറയുന്നത് ബിജു രമേശും ഒരാളും കൂടെ പുറത്തേക്ക് പോയി 2 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നു, പോകുമ്പോ ബാഗ് ഉണ്ടായിരുന്നു, തിരിച്ചു വരുമ്പോ ബാഗ് ഇല്ല. അപ്പോ ഒരു കാര്യം ഉറപ്പ്. ഹലോ, ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഡേറ്റിലെ മാസം തന്നെ പറയുന്നത് പരസ്പര വിരുദ്ധം. അഭിലാഷ്, ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ ഇതില് ഡേറ്റ് ഇല്ല, മാസമില്ല, പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവർ തന്നെ പറയുന്നു. ഇത്തരം ബേസ്ലെസ് ആയിട്ടുള്ള അലിഗേഷൻ ഒരു ഗവൺമെന്റിനെതിരെ പറയുമ്പോ അഭിലാഷ് നേരത്തെ ചോദിച്ച ചോദ്യം, എന്തുകൊണ്ട് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയില്ല, എന്തുകൊണ്ട് FIR ഇട്ടില്ല? ഞാൻ അതിന്റെ മറുപടി പറയാം. ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP കേസിന്റെ മെയിൻ ക്രക്സ് എന്താ? ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള മന്ത്രിക്കെതിരെ, ഒരു പബ്ലിക് സർവന്റിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ ആ ആരോപണത്തിൽ പ്രിലിമിനറി എൻക്വയറി എന്തുകൊണ്ട് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഈ കേസിൽ കെ ബാബുവും കെ മാണിയും നിരപരാധികളാണ് എന്ന് വാദിച്ചു എന്നുള്ളതിന്റെ വിശദീകരണമാണ് താങ്കൾ നൽകുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. തുടരുക ശ്രീ ടി സിദ്ദിഖ്. ശ്രീ C ദിവാകരൻ, ഇവിടെ സർക്കാരിനെ സംബന്ധിച്ച് ഈ കേസ് സർക്കാർ ഇടപെട്ട് അട്ടിമറിക്കുകയാണ് എന്ന് ആരോപിക്കുമ്പോഴും
കേസിൽ സർക്കാരിന് തിരിച്ചടിയാണ് ഉണ്ടായത് എന്നോർക്കണം. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിലപാട് ഈ കേസിൽ KM മാണിയെ പ്രതി ചേർക്കണം എന്നുള്ളതായിരുന്നു എന്നോർക്കണം. അതാണ് ആ ഫാക്ച്വൽ റിപ്പോർട്ടാണ് വിജിലൻസ് കോടതി അംഗീകരിച്ചത്. അതിൻ്റെ ഭാഗമായി KM മാണിക്ക് രാജിവെച്ച് പോകേണ്ടി വന്നു. സമ്പൂർണ്ണമായി സർക്കാർ ഇടപെട്ട് ഈ കേസ് ഇല്ലാതാക്കുകയായിരുന്നു എങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? അല്ല, ഇത് കേസിൻ്റെ കോടതിയുടെ നിരീക്ഷണങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. കോടതി വളരെ പരസ്യമായി കേരളം മുഴുവൻ കേൾക്കെ കോടതി ഉന്നയിച്ചത് അധികാരത്തിലിരിക്കുന്നവർ തന്നെ അവർക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ അവരുടെ നിയന്ത്രണത്തിലും അവരുടെ ശമ്പളം പറ്റുന്ന ഗവൺമെൻറ് ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചാൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ജനങ്ങളുടെ ഇടയിൽ സംശയം മാറില്ല, സ്വാധീനിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ഷേക്സ്പിയറിൻ്റെ ചില കഥാപാത്രങ്ങളെ വരെ കൂട്ടിയേണ്ടി വന്നത് കോടതിക്ക്. അങ്ങനെയാണ് മാണി പുറത്തുപോയത്. മാണി വാഴ്ത്തപ്പെട്ടവനാണെന്ന് ഇവരെല്ലാം കൂടി പറഞ്ഞത് സിദ്ദീഖോ എല്ലാവരും കൂടി ഒരേ സ്വരത്തിൽ പറഞ്ഞിട്ടും മാണിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, മാണി ഉന്നയിച്ചിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അതാണ് കോടതിയുടെ ഇപ്പം മുമ്പിലുള്ളത്. ഒരേ അഴിമതിക്ക് ഒരേ കോഴയ്ക്ക് രണ്ട് നയമുണ്ടോ, രണ്ട് നീതിയുണ്ടോ? ഈ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയത് രമേശ് ചെന്നിത്തലയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. പ്രൈമാ ഫൈസി അതിനെ കുറ്റമുണ്ട് എന്ന് ബോധ്യപ്പെട്ടത് അവരാണ്. അവരിനെ തുടർ അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ അവസാനം ഇടപെട്ടത് മുഖ്യമന്ത്രിയാണെന്ന് വിൻസെൻ്റ് പാള് വെളിപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം പോയതിന് ശേഷം ആ സാഹചര്യങ്ങളെല്ലാം കോടതിയുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് കോടതി ഇപ്പോൾ ചോദിക്കുന്നത്, ഈ അന്വേഷണം കൊണ്ട് തൃപ്തികരമായിട്ട് ഇതിൻ്റെ പരിഹാരം കുറ്റവാളിയെ പുറത്തു കൊണ്ടുവരാൻ കഴിയുമോ? പരിമിതികളില്ലേ? അങ്ങനെയാണെങ്കിൽ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഗവൺമെൻറ് അഭിപ്രായം ഇതൊരു മറ്റൊരു ഏജൻസിയെ CBI ഒരു ഏജൻസിയെ ഏൽപ്പിക്കുന്നതിന് നിങ്ങൾക്ക് ഒബ്ജക്ഷൻ ഉണ്ടോ? ഇതാണ് സിദ്ദീഖിനോടുള്ള ചോദ്യം. നിങ്ങൾ CBI അന്വേഷണത്തിന് എന്തിനും ഭയക്കുന്നു? ഏത് അന്വേഷണം നേരിടാൻ തയ്യാറാണെന്നല്ലേ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കോടതിയിൽ എന്തുകൊണ്ട് ഇന്ന് അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞില്ല, ഞങ്ങളുടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് എൻ്റെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഏത് അന്വേഷണത്തിന് ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞില്ലല്ലോ. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. CBI അന്വേഷണം വേണോ വേണ്ടത്? എന്നെ സംബന്ധിച്ച് എൻ്റെ പാർട്ടി പറഞ്ഞിട്ടുണ്ട്, CBI അന്വേഷണം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇത് ഞങ്ങൾ നിൽക്കുന്നതല്ല, കോടതിയുടെ ഓപ്ഷനാണ്. കോടതിയുടെ ഓപ്ഷനിൽ ഏതാണ് സ്വീകാര്യമായിട്ടുള്ളത്? ജനങ്ങൾക്കും എല്ലാവർക്കും മാതൃകാപരമായ ഒരു അന്വേഷണം. പിന്നെ അതിൽ CBI ഏറ്റവും നല്ല ഏജൻസിയാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള കുറ്റാന്വേഷണ ഏജൻസികൾ, ഇപ്പോൾ നിലവിലുള്ള ഏജൻസികളിൽ താരതമ്യേന ജനങ്ങൾക്ക് താല്പര്യവും വിശ്വാസവും ഉള്ളൊരു ഏജൻസി അതാണ്. റൈറ്റ്. ശ്രീ T. സിദ്ദിഖ്, ഒന്ന്, നിലവിലുള്ള അന്വേഷണം അട്ടിമറിക്കപ്പെടുമോ എന്ന ഭയം കോടതി പ്രകടിപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കുറ്റാരോപിതന് സർക്കാരിൻ്റെ ഭാഗമായ ആളുകൾ തന്നെ ക്ലീൻ ചിറ്റ് നൽകിയ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ഏജൻസി അന്വേഷിക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥം എന്ന് കോടതി ചോദിക്കുമ്പോൾ വ്യക്തമാണല്ലോ അക്കാര്യം. അപ്പോൾ സർക്കാർ ഈ കേസ് അട്ടിമറിക്കുന്നു എന്ന ഭയം ജുഡീഷ്യറിക്ക് തോന്നുന്നു. അത് ഒന്നാമത്തെ കാര്യം. രണ്ട്, CBI അന്വേഷിച്ചാലാണ് ഈ കേസിൽ യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവരിക എന്ന് കോടതിക്ക് തോന്നുന്നു. അത് രണ്ടാമത്തെ കാര്യം. CBI അന്വേഷിക്കുന്നതിനോട് സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത് മൂന്നാമത്തെ കാര്യം. ഇതിൽ ഇന്ന് നിങ്ങൾ കുറ്റാരോപിതനായ ഒരു മന്ത്രിയാണല്ലോ ശ്രീ K. ബാബു. K. ബാബുവിനോടൊരു കാര്യം ചോദിച്ചു, നിങ്ങൾക്ക് അന്വേഷണത്തെ ഭയമുണ്ടോ? K. ബാബു പറഞ്ഞു, എനിക്ക് ഒരു അന്വേഷണത്തെയും ഭയമില്ല, ഏത് അന്വേഷണവും ആവാം. ഇവിടെ K. ബാബു ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്ന് നിങ്ങൾ ആരോപിക്കപ്പെടുന്നതായിരിക്കുന്ന ഒരു മാന്യനും നിഷ്കളങ്കനുമായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ. അദ്ദേഹം തന്നെ പറയുന്നു, എനിക്ക് ഭയമില്ല. പിന്നെ ഇവിടെ രണ്ടാമത്തെ കാര്യം, എലഗൻ ബിനോയ് നേരത്തെ ഒരു വാചകം പറഞ്ഞു. എലഗൻ ബിനോയ് ഈ ചർച്ചയിൽ ഇപ്പം വീണ്ടും തുടരുന്നുണ്ടോ എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞു, ഈ കപടമായിട്ടുള്ള പോളിസി പോളിസി ചർച്ചയിലേക്ക് പോകുന്നതിന് മുൻപ് താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട്. ശ്രീ T. സിദ്ദിഖ്, എന്ത് അന്വേഷണത്തെയും നേരിടാമെന്ന് K. ബാബു പറഞ്ഞു. അതാണ് സർക്കാരിന്റെ നിലപാടും എന്ന് പറയുമ്പോൾ ഉള്ള പ്രശ്നം. എന്നിട്ട് എന്തുകൊണ്ടാണ് FIR ഇട്ട് ഒരു അന്വേഷണം നടത്താത്തത്? ക്വിക്ക് വെരിഫിക്കേഷൻ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഈ കേസ് അവസാനിച്ചു പോയത്? എത്ര സാക്ഷിമൊഴികൾ ഉണ്ടായിരുന്നു? ഈ ബിജു രമേശിന്റെയും റസീഫിന്റെയും മാത്രം മൊഴികളല്ലല്ലോ, ഈ എലഗൻസ് ബിനോയുടെ തന്നെ മൊഴിയുണ്ടല്ലോ. ബാക്കി ജയറാം എന്ന ഇടുക്കിയിലെ ബാർ ഉടമയുടെ മൊഴി, തൃശ്ശൂരിൽ നിന്നുള്ള ജോഷിയുടെ മൊഴി. ഇങ്ങനെ ഈ 2013-2014 വർഷത്തിൽ സംഭവിച്ചത് എന്താണ്?
എത്ര പണം പിരിച്ചു എന്നത് സംബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ബാർ ഉടമകളുടെ മൊഴികൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അതിൽ വിശദമായ ഒരു അന്വേഷണം നടത്താൻ വിജിലൻസ് തയ്യാറാകാതിരുന്നത്? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ അഭിലാഷ്, ഈ പണം പിരിച്ചു എന്ന് പറയപ്പെടുന്നതായ ആളുകൾ ആരെങ്കിലും മന്ത്രി കെ എം മാണിക്കോ മന്ത്രി കെ ബാബുവിനോ പണം കൊടുത്തു എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ മൊഴികളിൽ മന്ത്രി കെ ബാബു ലൈസൻസ് ഫീസ് 30 ലക്ഷമായി ഉയർത്താൻ തീരുമാനിച്ചതായ വിവരം നേതാക്കൾ ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മൊഴികളിൽ പറയുന്നുണ്ട്. പണം പിരിച്ച വിവരം മൊഴികളിൽ പറയുന്നുണ്ട്. വിജിലൻസ് അന്വേഷിച്ച് KBH പിരിച്ച ഈ പണം എവിടെ പോയി എന്ന് കണ്ടുപിടിക്കണ്ടേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവർ പിരിച്ചോലെ പിരിച്ചില്ലോലെ അതിന് ഞങ്ങൾക്ക് എന്ത് കാര്യം, ഗവൺമെന്റ് എന്ത് കാര്യം? ഒന്നാമത്തെ കാര്യം. രണ്ട്, ഞാൻ അഭിലാഷിനോട് ഒരു കാര്യം വളരെ കൃത്യമായി ചോദിക്കുന്നു. ഈ കേസിന്റെ ബേസ് എന്താ? ഈ കേസിന്റെ ബേസ് എന്ന് പറയുന്നത് FL3 ലൈസൻസിന്റെ തുക 22 ലക്ഷത്തിൽ നിന്ന് 30 ലക്ഷമാക്കാൻ ശ്രീ കെ ബാബു തീരുമാനമെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് പിന്നെ പണം സ്വരൂപിച്ചു എന്നാണല്ലോ. അതാണല്ലോ അഭിലാഷ് പറഞ്ഞേ? ആണല്ലോ, ആണോ? അതാണോ? പണം സമാഹരിച്ചു, ആ പണം കൊടുത്തു വിവിധ ഇടങ്ങളിൽ വെച്ച് എന്ന് ബിജു രമേശ് ആരോപിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് 164 സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ആരോപണം, അതാണ് അന്വേഷിക്കേണ്ടത്. അത് അന്വേഷണ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ക്വിക്ക് വെരിഫിക്കേഷൻ ഘട്ടത്തിൽ തന്നെ പണം പിരിച്ചതിന് ധാരാളം മൊഴികൾ കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും വിശദമായ ഒരു അന്വേഷണത്തിന് എന്തുകൊണ്ട് വിജിലൻസ് തയ്യാറായില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം, ലളിതമായ സംശയം. അല്ല, ആ ചോദ്യത്തിന്റെ ഉത്തരം പറയുമ്പോൾ അതിനിടക്ക് കയറി 2-3 ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിക്കല്ലേ? ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി തീരുന്നതിന് മുമ്പ് ഒരു കാര്യം സത്യസന്ധമായി പറഞ്ഞു വരുമ്പോൾ അത് ജനങ്ങൾക്ക് ബോധ്യമാകും എന്ന് കാണുമ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് അഭിലാഷ് കടക്കല്ലേ? ഒന്നുകിൽ നിങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുക, ഞങ്ങളത് കേട്ടുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ മറുപടി ഞാൻ പറയുമ്പോൾ ആ മറുപടി ബോധ്യപ്പെടുമെന്ന് കാണുമ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താങ്കൾക്ക് ബോധ്യപ്പെടുന്ന മറുപടി പറയാം, പക്ഷെ ഞാൻ ചോദിച്ച ആ ചോദ്യത്തിനുള്ള ഉത്തരം താങ്കൾ പറഞ്ഞേയില്ല. FL3 ലൈസൻസിന്റെ കാര്യമോ മദ്യനയത്തിന്റെ കാര്യമോ ഒക്കെ താങ്കൾക്ക് ഉന്നയിക്കാം. പക്ഷേ എന്തുകൊണ്ടാണ് വിജിലൻസ് ഈ ക്വിക്ക് വെരിഫിക്കേഷന് ശേഷം ഇത്രയധികം മൊഴികൾ ഉണ്ടായിട്ടും വിശദമായ ഒരു അന്വേഷണം നടത്താതിരുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയില്ല. താങ്കൾക്ക് ഇപ്പോൾ പറയാം, ബോധിപ്പിക്കാം, ഒരു പ്രശ്നവുമില്ല. ഞാൻ ഏത് കാര്യമാണ് പറയാൻ പോകുന്നതെന്ന് അഭിലാഷ് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് അഭിലാഷ് അതിൽ നിന്ന് ടേൺ ചെയ്യുന്നത്. ബോധ്യം എനിക്ക് മനസ്സിലാവും, പ്രേക്ഷകർക്കൊന്ന് മനസ്സിലാകട്ടെ. ഞാൻ അതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അഭിലാഷോട് ചോദിക്കുന്നു, കേരളത്തിന്റെ ഹിസ്റ്ററിയിൽ ഏതെങ്കിലും ഒരു വർഷം ഏവറേജ് FL3 ലൈസൻസിന്റെ തുക 1 ലക്ഷത്തിൽ കൂടുതൽ കൂട്ടിയതായ ചരിത്രം കേരളത്തിലുണ്ടോ? അഭിലാഷ് ഒന്ന് പറഞ്ഞു. അല്ല, അതൊരു യുക്തിയാണ്. ഇതുവരെ ഒരു വർഷം ഒരു അബ്കാരി ഇയറിൽ 1 ലക്ഷത്തിൽ കൂടുതൽ ലൈസൻസ് ഫീസ് കൂട്ടിയിട്ടില്ല എന്നതുകൊണ്ട് കെ ബാബു 2013 അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുകയില്ല എന്ന് നമ്മൾ അനുമാനിക്കണോ? ആ അനുമാനമല്ലല്ലോ, ഇതൊരു ക്രിമിനൽ കേസിന്റെ അന്വേഷണമാണ്. അവിടെ തെളിവുകളാണ് വേണ്ടത്, മൊഴികളുണ്ട്. അന്വേഷിക്കാതിരുന്നതിന് കാരണം അതാണോ? മുൻപ് ഒരു വർഷവും 1 ലക്ഷത്തിൽ കൂടുതൽ ലൈസൻസ് ഫീസ് കൂട്ടിയ ചരിത്രമില്ല, അതുകൊണ്ട് ഈ വർഷവും അങ്ങനെ ആയിരിക്കും. അതാണോ യുക്തി? പറയാം, അത് തന്നെയാണ് യുക്തി എന്നുള്ളത് മാത്രമല്ല, ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ബാറിന്റെ പ്രവർത്തന സമയം കാലത്ത് 6 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെയായിരുന്നു. കെ ബാബു അത് 9:30 മണി മുതൽ 10 മണി വരെയാക്കി 5.5 മണിക്കൂർ വെട്ടിക്കുറച്ച സാഹചര്യത്തിൽ കേരള ചരിത്രത്തിൽ ഒരു കാലത്തും ഏവറേജ് FL3 ലൈസൻസിന്റെ തുക 1 ലക്ഷത്തിൽ കൂടുതൽ കൂട്ടിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മണിക്കൂർ കുറച്ച സാഹചര്യത്തിൽ 8 ലക്ഷം കൂട്ടാൻ ബാബു പോകുന്നു, അതുകൊണ്ട് പണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു ബാറുടമയും കൊടുക്കൂല. കേരളത്തിൽ അടിസ്ഥാനത്തിൽ നമുക്ക് ചർച്ചയിൽ വിശദീകരിച്ച് നിൽക്കാനേ ആവില്ല. എനിക്ക് എലഗൻസ് ബിനോയുടെ അഭിപ്രായം ആവശ്യമുണ്ട്. ശ്രീ ബിനോയ്, താങ്കൾ കൂടി പങ്കെടുത്ത യോഗമാണ്, താങ്കൾ മുഴുവൻ കാര്യങ്ങളും പുറത്തു പറയും എന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. പക്ഷെ താങ്കൾ കൂടി പങ്കെടുത്ത യോഗമാണ്. അവിടെ ടാക്സ് സെക്രട്ടറിയും എക്സൈസ് സെക്രട്ടറിയും ഒക്കെ പോയതിന് ശേഷം കെ ബാബു ബാർ ഉടമകളുമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് താങ്കൾ സമ്മതിച്ചതാണ് താങ്കളുടെ മൊഴിയിൽ. പറയൂ അതിന്റെ വിശദാംശങ്ങൾ.
അല്ല, വിശദാംശങ്ങൾ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഏതായാലും ഞാൻ ആ മൊഴിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ തുക അവിടെ ഒരു ലൈസൻസിയുടെ വർധനവ് കൃത്യമായി അത് പറഞ്ഞു. അത് അവരുടെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിനുശേഷം അത് എത്ര കണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് പറഞ്ഞു ഇത്ര മണിക്കൂർ നമ്മൾ ഇത് ഒഴിവാക്കി കുറച്ചു. അതുകൊണ്ട് നമുക്ക് ലൈസൻസ് കൂട്ടിത്തരാൻ യാതൊരു നിർവാഹവും ഇല്ല. അതുകൊണ്ട് അത് കുറച്ച് തരണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. പിന്നീട് അത് ഏത് ചർച്ചയിലൂടെയാണ് പിന്നീട് അത് റെഡിയായെന്ന് എനിക്കത് ഇവര് അതിൽ ബിനോയ് ഈ ഔദ്യോഗികമായ മിനിറ്റ്സ് ഉള്ള ചർച്ച കഴിഞ്ഞതിന് ശേഷമുള്ള അനൗപചാരികമായ ചർച്ച, അതായത് മന്ത്രി കെ ബാബുവും നിങ്ങളടക്കമുള്ള ബാർ ഉടമകളും പങ്കെടുത്ത ചർച്ചയിൽ കൃത്യമായി പറയൂ, കെ ബാബു ലൈസൻസ് ഫീസ് കൂട്ടുന്ന കാര്യത്തിൽ എത്ര ലക്ഷം കൂട്ടും എന്ന് പറഞ്ഞു, നിങ്ങൾ എത്രയേ പാടുള്ളൂ എന്ന് പറഞ്ഞു. അത് കൃത്യമായിട്ട് ഞാനത് മൊഴി കൊടുത്തു പറഞ്ഞില്ല എന്നുള്ളത് ഒരു നിമിഷം സിദ്ദിഖ്, ശ്രീ ബിനോയ് പറയട്ടെ. ഒരു നിമിഷം സിദ്ദിഖ്, ശ്രീ ബിനോയ്. അത് കൃത്യമായി ഞാനത് മൊഴി കൊടുത്തിട്ടുണ്ട്. അതല്ലേ സിദ്ദിഖ് കിടന്നുകൊണ്ട് ഈ ബഹളം വെക്കേണ്ട ഒരു കാര്യവുമില്ല. ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. എന്റെ മൊഴിയും എല്ലാ ആളുകളുടെയും മൊഴി കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ഇനി അത് പുനഃപരിശോധിക്കുന്നതിൽ പരിശോധിക്കട്ടെ. ഇപ്പൊ നമുക്ക് ആരും തർക്കം അത് അല്ല, ഇതിൽ ശ്രീ ബിനോയ്, താങ്കൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. ഒന്ന്, ബിജു രമേശ് താങ്കളെക്കുറിച്ചും ആരോപണം ഉന്നയിച്ചിരുന്നു. അതൊക്കെ പോകട്ടെ, ഈ പ്രസ്തുത മീറ്റിംഗിൽ സന്നിഹിതനായിരുന്ന ആളാണ് താങ്കൾ. ശ്രീ ടി സിദ്ദിഖ് പറയുന്നു 1 വർഷവും 1 ലക്ഷത്തിൽ കൂടുതൽ ലൈസൻസ് ഫീസ് വർദ്ധിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രസ്തുത വർഷവും അങ്ങനെ ഒരു പ്രപ്പോസൽ കെ ബാബു മുന്നോട്ട് വെച്ചിട്ടില്ല. അതിന്റെ ഭാഗമായി പണപ്പിരിവ് സ്വാഭാവികമായും നടന്നിട്ടുണ്ടാകില്ല. ഇനി നടന്നാൽ തന്നെ അത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കായിരിക്കും, മന്ത്രിക്ക് കൊടുക്കാനുള്ളതല്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെയും സിദ്ദിഖിന്റെയും യുക്തി. അതേക്കുറിച്ച് പറയേണ്ടത് താങ്കളാണ്. മുൻപ് 1 വർഷവും 1 ലക്ഷത്തിൽ കൂടുതൽ കൂട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ലൈസൻസിയുടെ വർധനവ് ആവറേജ് കണക്കാക്കേണ്ട ഒന്നും കാര്യമില്ല. ഇതിപ്പോ 1 വർഷം മുമ്പോട്ട് പുറകിലോട്ടുള്ള വർഷങ്ങളിൽ അതിൽ കൂടുതൽ പൈസ കൂട്ടിയ വർഷങ്ങളുണ്ട്. അതൊന്നും അല്ലല്ലോ ഇപ്പൊ ഇവിടത്തെ തർക്കം. ഇതിനകത്ത് എന്തെങ്കിലും മാനിപ്രാക്ടീസ് നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഇനി അതിൽ നിന്ന് വ്യക്തമാവില്ല. ബിനോയ്, അത് തന്നെയാണ് തർക്കം. എന്താ തർക്കം? ശ്രീ ബിനോയ്, ഇക്കാര്യത്തിൽ താങ്കൾക്ക് കൃത്യമായ ഉത്തരം നൽകാനാകും. സിദ്ദിഖ് ഒരു യുക്തി പറയുന്നു. സിദ്ദിഖ് പറയുന്ന യുക്തി മുൻ വർഷങ്ങളിലൊന്നും 1 ലക്ഷത്തിൽ കൂടുതൽ ലൈസൻസ് ഫീ ഉയർത്താത്തത് കൊണ്ട് തന്നെ പ്രസ്തുത വർഷം 2013 അങ്ങനെ ഉയർത്തുക സാധ്യമല്ല. അതുകൊണ്ട് ലൈസൻസ് ഫീസിന്റെ പ്രശ്നം വെച്ചുകൊണ്ടുള്ള ഒരു കോഴ പിരിവ് അസാധ്യമാണ് എന്നുള്ളതാണ് ടി സിദ്ദിഖിന്റെ യുക്തി. അതാണ് അദ്ദേഹം പറഞ്ഞ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് വസ്തുതാപരമായി പറയാമല്ലോ, കെ ബാബു എത്ര ലക്ഷം ലൈസൻസ് ഫീ ഉയർത്തുമെന്നാണ് നിങ്ങളോട് പറഞ്ഞത്? അല്ല, അത് മിനിറ്റ്സ് അന്ന് ടാക്സ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ഉള്ള ആ മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായിട്ട്. എനിക്ക് തോന്നുന്നു ഞാനത് മൊഴി കൊടുത്തെന്ന് തോന്നുന്നു. അത് കൃത്യമായിട്ട് എനിക്ക് 30 ലക്ഷമാണോ 30 ലക്ഷം രൂപ തന്നെയാണെന്ന് തോന്നുന്നു. അത് ലൈസൻസ് 22 നിന്ന് 30 ലക്ഷം 8 ലക്ഷം മന്ത്രി പങ്കെടുത്ത സിദ്ദിഖ് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യേ. പറയൂ ശ്രീ ബിനോയ്. മന്ത്രി പങ്കെടുത്ത, ഈ ഗവൺമെന്റ് സെക്രട്ടറിമാർ പങ്കെടുത്ത യോഗത്തിന്റെ മിനിറ്റ്സിൽ അതുണ്ടാകുമെന്ന് താങ്കൾ പറയുന്നു. അതിനുശേഷം അനൗപചാരികമായ ചർച്ച ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ പറഞ്ഞു വിട്ടിട്ട് നിങ്ങളും മന്ത്രിയുമായി നടത്തി എന്നുള്ളതും താങ്കൾ ശരിവെക്കുന്നുണ്ട്, താങ്കൾ അടക്കമുള്ള ബാർ ഉടമകൾ. അവിടെ നടന്ന ചർച്ച എന്തായിരുന്നു ഡീൽ? അത് പറയൂ. അങ്ങനെ ചർച്ച നടത്തി പിന്നീട് ഞങ്ങളും മന്ത്രിയുമായിട്ട് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തു എന്നുള്ളത് ഞാൻ മൊഴി കൊടുത്തിട്ടില്ല. പക്ഷേ അങ്ങനെ മൊഴി കൊടുത്തിട്ടുണ്ട് മറ്റുള്ള ആളുകൾ. താങ്കൾ മൊഴി കൊടുത്തിട്ടില്ല, പക്ഷെ താങ്കൾ അങ്ങനെ ഒരു ചർച്ച നടന്നതായി മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ. ആ ചർച്ചയിൽ എന്താണ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ ബാർ ഉടമകളും മന്ത്രിയും മാത്രം ഇരുന്ന് നടത്തിയ ചർച്ചയിൽ എന്താണ് ചർച്ച ചെയ്തത്? എന്തായിരുന്നു ഡീൽ? അത് പറഞ്ഞാൽ മതി. പിരിവുമായി ബന്ധപ്പെട്ട ഒരു ബാർഗെയിനിങ് അവിടെ ഉണ്ടായിട്ടില്ല. അത് ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരു വ്യക്തമായ ധാരണ ഉണ്ടാകണമെങ്കിൽ അത് ഒരു അന്വേഷണം കൂടെ വരുന്നതിന് നമുക്ക് ആർക്കും തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വരട്ടെ. അന്നേരം കൃത്യമായിട്ട് അതിന്റെ രഹസ്യങ്ങളെല്ലാം പുറത്തു വരുമല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ. അഭിലാഷ് 1 മിനിറ്റ്. അഭിലാഷ് 1 മിനിറ്റ് എനിക്ക് പറയൂ. ഇത് കേൾക്കുന്നതായിരിക്കുന്ന മുഴുവൻ ആളുകളും കേൾക്കട്ടെ. ശ്രീ എലഗൻ ബിനോയ് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ പ്രേക്ഷകർ മുഴുവൻ കേൾക്കട്ടെ. അവിടെ ചർച്ച നടന്നു. ചർച്ചയ്ക്ക് മിനിറ്റ്സ് ഉണ്ട്. ആ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മിനിറ്റ്സിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. ആ കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ട്. അവിടെ പണം ആവശ്യപ്പെട്ടു എന്നുള്ളതും 30 ലക്ഷം ആവശ്യപ്പെട്ടു എന്നുള്ളതായിരിക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം,
അല്ല ആ കാര്യം കഴിഞ്ഞിട്ടില്ല ശ്രീ സിദ്ദിഖ്. അങ്ങനെയാണെങ്കിൽ ആ മിനിറ്റ്സ് ഉള്ള യോഗത്തിന് ശേഷം പിന്നെ മന്ത്രിയും ബാർ ഉടമകളും തമ്മിൽ അനൗപചാരികമായി എന്തിനു യോഗം ചേർന്നു? ആ യോഗത്തിൽ അനൗപചാരികമായ ആ യോഗത്തിൽ വെച്ചാണ് ഡീൽ എന്നുള്ളതാണ് ആരോപണം. ബിജു രമേശ് അവിടെയാണ് ആരോപണം ഉന്നയിച്ചത്. ആ ആരോപണത്തെ ശരിവെക്കുന്നുണ്ട് ബിനോയ്, മറ്റു ബാർ ഉടമകളും ശരിവെക്കുന്നുണ്ട്. ഞാൻ അതിന്റെ മറുപടി പറയാം. അതിന്റെ മറുപടി ഞാൻ പറയാം. പറയൂ. അതിന്റെ മറുപടി ഞാൻ പറയാം. ഒന്ന്, ഈ യോഗത്തിൽ വെച്ചു തന്നെ ഈ യോഗത്തിന്റെ തീരുമാനം എടുത്തു. എന്താ തീരുമാനം? FL3 ലൈസൻസിന് യോഗം കഴിഞ്ഞതിന് ശേഷം മന്ത്രി ഇത് ഡീൽ ചെയ്തു എന്നാണോ അഭിലാഷിന്റെ ആരോപണം? ഞാൻ ആരോപിച്ചതല്ല, ബാർ ഉടമകൾ ആരോപിക്കുന്നതാണ്. എനിക്ക് യാതൊരു ആരോപണവുമില്ല. FL3 ലൈസൻസിന്റെ അല്ല, അഭിലാഷ് ബാർ ഉടമകളുടെ സ്പോൺസർ ആയിട്ടാണല്ലോ സംസാരിക്കണേ. സ്പോൺസർ എന്നുള്ള വാക്ക് കുറ്റപ്പെടുത്തിയല്ല, നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു താല്പര്യം അത് വെച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഞാനത് പറയാം. FL3 ലൈസൻസിന്റെ തുക 30 ലക്ഷം ആക്കണം എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാർ ശടിക്കുന്നു എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാരുടെ രേഖകളടക്കം കാണിച്ചു എന്നും പറഞ്ഞ് ശ്രീ ബാബു 30 ലക്ഷത്തിന്റെ കണക്ക് പറഞ്ഞ് പൈസ വാങ്ങി. അതെപ്പോ? ഈ യോഗത്തിന് ശേഷം എന്നുള്ളതാണ്. ആ യോഗത്തിൽ വെച്ച് തന്നെ അഭിലാഷ് ഇതിന് തീരുമാനമെടുത്തു. യോഗത്തിന്റെ തീരുമാനം എന്താ? 22 ലക്ഷം ഉള്ളത് 23 ലക്ഷമാക്കി തീരുമാനിച്ചു. രണ്ടാമത്തെ കാര്യം, ഉദ്യോഗസ്ഥന്മാർ ഒരിടത്ത് പോലും 30 ലക്ഷം എന്ന് പറഞ്ഞിട്ടില്ല. എക്സൈസ് കമ്മീഷണറുടെയും അതുപോലെ ടാക്സ് സെക്രട്ടറിക്കുള്ള മറുപടിയും കൃത്യമായി അതിന്റെ രേഖയുണ്ട്. താങ്കൾ ആ മിനിറ്റ്സ് ആണ് ഉദ്ധരിക്കുന്നത്. അതാണ് കോൺഗ്രസിന്റെ വാദം. ശ്രീ ബിനോയ് അതിൽ കൂടുതൽ ഇൻപുട്സ് തരും. അതിനു മുൻപ് എനിക്ക് ഇടവേളയും ആവശ്യമുണ്ട്. അതിനു മുൻപ് ശ്രീ പി എം മനോജ് താങ്കളുടെ പ്രതികരണം. ശ്രീ പി എം മനോജ്. അല്ല, സിദ്ദിഖിനോടൊന്ന് നിർത്താൻ പറഞ്ഞാൽ എനിക്ക് പ്രതികരിക്കാമായിരുന്നു. അതായത് സിദ്ദിഖ് ഇവിടെ ഒരു യുക്തി പറഞ്ഞു. ആ യുക്തി അനുസരിച്ച് ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് കൂട്ടത്തോടെ നിലവാരമില്ലാത്തതിന്റെ പേരിൽ ബാറുകൾ പൂട്ടിയിട്ടുണ്ടോ? നിലവാരമില്ല എന്ന് പറഞ്ഞ് കൂട്ടത്തോടെ ബാറുകൾ പൂട്ടിയിട്ടുണ്ടോ? അത് ബാർഗെയിൻ ചെയ്തിട്ടുണ്ടോ? അതിനുവേണ്ടി 2 4 സ്റ്റാറിന് മാത്രം ബാർ ലൈസൻസ് കൊടുത്തിട്ടുണ്ടോ? അത് കഴിഞ്ഞ് കോടതിയിലും ബാർ ഉടമകളുമായി ബാർഗെയിൻ ചെയ്ത് അത് തുറപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ അസ്വാഭാവികവും അസാധാരണവും അവിശ്വസനീയവുമായ മാറ്റങ്ങൾ മദ്യനയത്തിൽ വരുത്തിയ ഒരു ഗവൺമെൻറ്റാണ് സിദ്ദിഖിൻ്റെ നേതാവിൻ്റേത്. അതുകൊണ്ട് തന്നെ ഈ 22 ലക്ഷം 30 അല്ല 35 ലക്ഷമാണ് എന്ന് പറഞ്ഞാലും യുക്തിഭദ്രമായി യാതൊരു സംശയം ഉന്നയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ആ യുക്തി സിദ്ദിഖ് അവിടെ വെച്ചാൽ മതി. പിന്നെ രണ്ടാമതൊരു കാര്യം, ഇത്തരം ഒരു ചർച്ചയിൽ യഥാർത്ഥത്തിൽ ഈ നേരെ ചൊവ്വ എന്നെല്ലാം പറയുന്നത് പോലെ സിദ്ദിഖും അഭിലാഷും തമ്മിലുള്ള ഒരു അഭിമുഖം വെക്കുന്നതായിരുന്നു നല്ലത്. സിദ്ദിഖിന് എത്രയായാലും തൃപ്തിയാവില്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സിദ്ദിഖ് ഇത് തന്നെ പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ കാര്യം. ഇതിന് എന്തെങ്കിലും ഒരു വ്യത്യാസം വേണ്ടേ സിദ്ദിഖ്? അതുകൊണ്ട് ഇത് തന്നെ പറഞ്ഞ് സിദ്ദിഖ് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞാൽ. ശ്രീ സി ദിവാകരൻ, ഈ ചർച്ചയിൽ തൻ്റെ മുഴുവൻ ഊർജവും ഉപയോഗിച്ച് ടി സിദ്ദിഖ് കെ ബാബുവിനെ പ്രതിരോധിക്കാനാണ് ശ്രമിക്കുന്നത്. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് കെ എം മാണിയുടെ രാജി എന്നുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. ഇവിടെ കെ ബാബുവിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ മൊഴികൾ ഉണ്ടായിട്ടും ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാവുന്ന സാഹചര്യം ഉണ്ടായിട്ടും അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ. പ്രതിപക്ഷം എന്താണ് ഉദ്ദേശിക്കുന്നത്? കെ മാണിക്ക് നേരിടേണ്ടി വന്ന സമാനമായ പ്രതിഷേധം കെ ബാബുവിനെതിരെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ, അതോ മൃദു സമീപനമാണോ? ഞങ്ങൾ ഈ കാര്യത്തിൽ ഒരു മൃദു സമീപനവും ആരോടുമില്ല. അഴിമതിയിൽ യാതൊരു സന്ധി ചെയ്യാനും ഞങ്ങൾ തയ്യാറല്ല. ആദ്യം മാണിയുടെ പുറത്താണ് ഇത് വന്നത്. മാണിയുടെ നേർക്കാണ് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടത്. ആ ആരോപണങ്ങൾ ഞങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ചു. അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളിൽ ഇപ്പോൾ മാണി ചിത്രത്തിലില്ല. അദ്ദേഹം കേരളത്തിലെ മന്ത്രിസഭയിൽ നിന്ന് പുറത്തുപോയപ്പോൾ ഈ സിദ്ദിഖിൻ്റെ ആവേശമൊന്നും കണ്ടില്ല. അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ ആരുമില്ലായിരുന്നു. ഇപ്പോൾ ഈ ചർച്ചയിൽ അഭിലാഷ് നിങ്ങൾ പങ്കെടുപ്പിക്കേണ്ടിരുന്ന മാണിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രതിനിധിയെ കൂടെയാണ്. എന്താണ് ഇതിൽ അവരുടെ അഭിപ്രായം? 2 നയം ക്വിക്ക് വെരിഫിക്കേഷൻ കഴിഞ്ഞ് തുടർന്ന് അന്വേഷണം നടത്തി സർവത്ര കുഴപ്പത്തിലാക്കി അത് കൊണ്ടുവന്ന് മാണിയെ പുറത്താക്കി. എന്നാൽ ബാബുവിൻ്റെ കാര്യത്തിൽ ഇവരെന്തുകൊണ്ടോ ഇങ്ങനെ തട്ടിക്കളിക്കുന്നു. കോടതി തന്നെ ഇടപെട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഞങ്ങൾ സിദ്ദിഖ് പറയുന്ന പോലെ ഈ പ്രതിപക്ഷത്തിൻ്റെ ദുരാരോപണങ്ങളൊന്നും അല്ല, വഴിയെ പോയ ആളുകൾ പറഞ്ഞതുമല്ല. ഇത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ ഒരു അന്വേഷണത്തിൽ കുറച്ച് മുമ്പോട്ട് പോയി. അത് തീരെ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് കോടതി അതിനകത്ത് ഇടപെട്ടു. കോടതിയുടെ നിരീക്ഷണങ്ങൾക്കനുസരിച്ച്
മാണി രാജിവെക്കുക അല്ലാതെ വേറെ ഒരു വഴിയില്ല, മാണിയെ പുറത്താക്കുക അല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ സംഭവിച്ചു. എന്നാൽ ഈ കേസിൽ ബാബുവിനെതിരായിട്ടുള്ള അന്വേഷണ നടപടി ഒരു ഐവാഷായിട്ട് കണ്ണിൽ മണ്ണിടുന്ന തരത്തിലുള്ള ഒരു അന്വേഷണമാണ് നടന്നതെന്നാണ് ജനങ്ങളുടെ ഇടയിലുള്ള പരാതി. കോടതിക്ക് അത് ബോധ്യപ്പെട്ടു. അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എലഗൻസ് ബിനോയ്, നേരത്തെ ശ്രീ സിദ്ദിഖ് ചൂണ്ടിക്കാണിച്ചത് നിങ്ങളെല്ലാം പങ്കെടുത്ത ആ യോഗത്തിൽ 22 നിന്ന് 23 ലക്ഷം രൂപയാക്കി ബാർ ലൈസൻസ് ഫീസ് അന്നേ വർഷം ഉയർത്തുക എന്നുള്ളതാണ് രേഖാമൂലമുള്ള തീരുമാനം എന്നാണ്. അത് ശരിയാണോ? താങ്കൾ തന്നെ കൊടുത്തിരിക്കുന്ന മൊഴി എൻ്റെ പക്കലുണ്ട്. അതിൽ താങ്കൾ പറയുന്നത് 25 ലക്ഷം രൂപയാക്കാനാണ് ശുപാർശയെന്ന് മന്ത്രി ബാബു പറഞ്ഞു എന്നാണ്. അതെ, എന്തായാലും ഞാൻ അന്ന് ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചുകൊണ്ട് ഈ 30 ലക്ഷത്തിന്റെ കണക്ക് കേട്ടതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഏതായാലും ഞാൻ ആ മൊഴി കൃത്യമായിട്ട് ഞാൻ അത് അവിടെ ഉണ്ടായ സംഭവം കൊടുത്തിട്ടുണ്ട്. അന്ന് ആ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കൂടുതലായിട്ടൊന്നും അതേപ്പറ്റി എനിക്കിപ്പോ പറയാൻ താല്പര്യമില്ല. അല്ല, ആ യോഗത്തിന് ശേഷം നിങ്ങളുടെ KBHA പണപ്പിരിവ് നടത്താൻ തീരുമാനിക്കുകയും പണം പിരിക്കുകയും ചെയ്തിട്ടുണ്ടോ? അക്കാര്യത്തിൽ ഒരു ഓർമ്മക്കുറവിന് പ്രസക്തി. ഞാൻ നേരത്തെ തൊട്ടേ പറഞ്ഞല്ലോ, ഇഷ്ടം പോലെ പണപ്പിരിവുകൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ കണക്കുകളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അതിന്റെ കണക്കുകളെല്ലാം വേണം. ഈ നേതാക്കളെല്ലാം മുങ്ങി നടക്കുകയാണ്. അതൊന്നും ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം വരുവാണെങ്കിലും ഏതെങ്കിലും, അതുകൊണ്ടാണ് ഞാൻ മുമ്പേ നേരത്തെ സന്തോഷവാനാണെന്ന് പറഞ്ഞത്, ഏതെങ്കിലും ഒരു അന്വേഷണം വരണം. ഇന്ന അന്വേഷണമൊന്നുമല്ല, ഏതെങ്കിലും ഒരു അന്വേഷണം വന്ന് ഞങ്ങൾക്ക് കിട്ടാത്ത കണക്കും ഈ കാര്യങ്ങളും എല്ലാം കിട്ടുന്നതിൽ അതിയായ സന്തോഷവാനാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു കഴിഞ്ഞല്ലോ. അത് അതിന്റെ വെളിച്ചത്തിലാണ് ഞാനത് പറയാൻ ഉള്ള കാരണം. മുഖ്യമന്ത്രി കുറ്റാരോപിതന് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു സംസ്ഥാന ഏജൻസിയുടെ അന്വേഷണം എങ്ങനെ ശരിയാകുമെന്ന പ്രസക്തമായ ചോദ്യമാണ് ഇന്ന് ഹൈക്കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ബാർ കോഴക്കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിനെ സംബന്ധിച്ചൊരു തിരിച്ചടിയേറ്റിരിക്കുന്നു. ഈ കേസ് എന്തായാലും അടുത്ത മാസം 2-ാം തീയതി പരിഗണിക്കാനായി മാറ്റിവെച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ പരസ്യ പ്രസ്താവനകൾ നടത്തുന്നതിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ സൂക്ഷിക്കണമെന്ന നിർദ്ദേശം കൂടി കോടതി മുന്നോട്ട് വെക്കുകയും ചെയ്തു. ആ സാഹചര്യത്തിലായിരുന്നു ചർച്ച. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ടി സിദ്ദിഖ്, ശ്രീ സി ദിവാകരൻ, ശ്രീ PM മനോജ്, അഡ്വക്കേറ്റ് ഉദയഭാനു, ശ്രീ എലഗൻസ് ബിനോയ്. ഇടവേളയ്ക്ക് ശേഷം എഡിറ്റേഴ്സ് അവർ കാണാം. നമസ്കാരം.